എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിസ്സയാണ്. സ്റ്റഫ്ഡ് ക്രസ്റ്റ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചീസ് സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പിസ്സയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പിസ്സയുടെ മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാനൊരു ചിക്കൻ ടിക്ക പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് പിസ്സയ്ക്കുള്ള മാവൊക്കെ കുഴയ്ക്കുന്നതൊക്കെ. അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നുണ്ട്. അപ്പോൾ സെയിം അളവിലുള്ള മാവാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടും ഈ പിസ്സ ഉണ്ടാക്കാനായിട്ടും കുഴച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിൽ നിന്ന് പകുതി മാവാണ്, പൊങ്ങിയ മാവിൽ നിന്ന് പകുതി മാവാണ് ഇപ്പോൾ ഈ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് ഇടണം. 200 ഡിഗ്രിയിൽ 20 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തിടണം. എന്നിട്ട് വേണം നമ്മൾ മാവ് പരത്താനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനൊരു 10 ഇഞ്ചിൻ്റെ പാനിലാണ് ഇപ്പോൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാനിൽ കുറച്ച് ഒന്നുമില്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എന്തെങ്കിലും ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദയും കൂടെ കൂടി തൂകി നമ്മൾ മാറ്റി വയ്ക്കണം. ഞാൻ തിൻ ക്രസ്റ്റ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കനം കുറച്ചിട്ട് വേണം മാവ് പരത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് ആ പാനിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണം മാവ് പരത്താനായിട്ട്. വട്ടത്തിൽ കുറച്ചും കൂടെ വട്ടം ഉണ്ടാവണം നമ്മുടെ മാവ് പരത്തി വരുമ്പോൾ. നമുക്കത് സ്റ്റഫ് ചെയ്യാനുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും വട്ടത്തിൽ മാവ് പരത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ പരത്തിയ മാവിനെ പാനിലേക്ക് എടുത്തിടാം. ഞാൻ പാനിൻ്റെ സൈഡിലേക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കണം മാവിനെ. അപ്പോൾ നമ്മൾ ഓയിൽ പാനിൽ തേച്ചുകൊണ്ട് പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. നല്ലതുപോലെ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് വയ്ക്കണം. ഇനി നമുക്ക് പിസ്സനെ സ്റ്റഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ചീസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ചീസിൻ്റെ സ്റ്റിക്കാണ്. ചീസ് സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഒരു സ്റ്റിക്കാണിത് ചീസിന്. ഓരോന്നും ഇങ്ങനെ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ആ പിസ്സയുടെ പാനിലോട് ചേർത്ത് തന്നെ വയ്ക്കണം. ഇപ്പോൾ ചീസ് സ്റ്റിക്ക് ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മറ്റേ ചീസില്ലേ, നമ്മുടെ ഷ്രെഡഡ് ആയിട്ടുള്ള മൊസറല്ല അല്ലെങ്കിൽ ചേദർ ചീസ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പാനിലെ സൈഡിൽ ഇതേപോലെ തന്നെ ഈ വെച്ചാൽ മതി. ഓരോ സ്റ്റിക്ക് ഇതേപോലെ തന്നെ പാനോട് ചേർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 5 ചീസിൻ്റെ സ്റ്റിക്കാണ് വയ്ക്കുന്നത്. ഇപ്പം ഞാൻ ചീസെല്ലാം വെച്ചു. ഇനി നമുക്ക് എക്സസ് ആയിട്ട് ഉള്ള മാവിനെ അകത്തോട്ടാക്കി നല്ലതുപോലെ സീൽ ചെയ്യണം. അപ്പോൾ ചീസിനെ കവർ ചെയ്തിട്ട് ആ ചീസ് പാനോട് ചേർത്ത് വെച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം സീൽ ചെയ്യാനായിട്ട്.
ഇതേപോലെ നല്ലതുപോലെ ഒട്ടിക്കണം. നമ്മളങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ചീസിനെ ബാക്കിലോട്ട് ആക്കുക. അപ്പോൾ അന്നേരം ആ പാനോട് ചേർന്ന് ഇരുന്നോളും ചീസും. അപ്പോൾ ആ അറ്റഭാഗം നല്ല റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ചീസ് ഇരുന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. മുകൾ വശം, ചീസിൻ്റെ മുകൾ വശമൊക്കെ നല്ല ഉരുണ്ട ഷേപ്പിലാണ്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 1/4 കപ്പ് ടൊമാറ്റോ സോസ് എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. കുറച്ച് ഒറിഗാനോ അതിൻ്റെ മുകളിലൊന്ന് വിതറാം. ഇനി പിസയുടെ ടോപ്പിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് ബീഫിൻ്റെ സ്ട്രിപ്സാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് പിസയുടെ മുകളിലേക്ക് ഇടാം. ഇത് കുറച്ച് ചിക്കൻ വേവിച്ചതാണ്, കുരുമുളക് ഉപ്പ് ഇട്ട് വേവിച്ച ചിക്കൻ്റെ പീസസാണ്. കുറച്ച് ടൊമാറ്റോ, ക്യാപ്സിക്കം, സവാള അരിഞ്ഞത്, അതെല്ലാം ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് എല്ലാ വെജിറ്റബിളും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി ഷ്രെഡ് ചെയ്ത മൊസറല്ലയും ചേത്ത ചീസും കൂടെ മിക്സ് ചെയ്താണ് ഇപ്പോൾ ഞാൻ മുകളിൽ ഇട്ടിരിക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്, എല്ലാവരുടെയും ഇഷ്ടം പോലെ ഇടാം. പിന്നെ കുറച്ച് ഒറിഗാനോ അതിൻ്റെ മുകളിലൊന്ന് വിതറണം. അപ്പോൾ നമ്മളിനി പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഒരു അല്ലി വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറുമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിസ്സ എടുത്തു. ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ഗാർലിക് ബട്ടർ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്രഷ് ചെയ്യുന്നത്. നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഷൈനിങ്ങും കിട്ടും ബ്രഷ് ചെയ്യുമ്പോൾ. അടിയെല്ലാം നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ അടിയിലാണ്, ഓവനിൽ താഴത്തെ തട്ടിലാണ് ഞാൻ വെച്ചത്. മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള കോയിൽ ഓണാക്കിയിട്ട് എൻ്റെ ഓവനിൽ താഴെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിന്ന് പിസ്സ കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റഫ് ചെയ്ത ആ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതേ അത് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചീസ് വെച്ച ആ ഭാഗമൊക്കെ നല്ലൊരു ഹോള് പോലെയാണ് പിടിക്കുന്നത്. ഇപ്പോൾ പിസ്സ കട്ട് സ്റ്റൈലുള്ള സ്റ്റഫ് ക്രസ്റ്റ് പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും.